ഇതാണ് പ്രസിദ്ധമായ യമുനാ നദി. യമുനയുടെ തീരാണിത്. വിശ്വസിക്കപ്പെടുന്നത് രാധ ഇപ്പോഴും കൃഷ്ണനെ ഇവിടെ എവിടെയോ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപാട് സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. പ്രണയം തോന്നിപ്പോകുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ്. വൃന്ദാവനാണ്, കൃഷ്ണനാണ്. സത്യമായ ഭക്തി പ്രേമമാണ് എന്ന് പറയുന്ന പോലെ ഈശ്വരനോടുള്ള ആ ഒരു പ്രണയം, കണ്ണനോടുള്ള ആ ഒരു ഇഷ്ടം നമുക്കിവിടെ വന്ന് തുടങ്ങിയാൽ തന്നെ നന്നായി ഫീൽ ചെയ്ത് തുടങ്ങും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വൃന്ദാവൻ്റെ ഉള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾ തുടങ്ങി ഇതേ ഇന്നത്തെ യാത്ര. ഓക്കെ, നോക്കാം. അമ്പലത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ പോകുന്ന വഴിയാണ്. ഇതാണ് നമ്മൾ തിരുവല്ലയ്ക്ക് പോകുന്ന വഴി, ദ്വാർ എന്ന് പറയുന്നത്. എത്ര കണ്ട് മൊബൈൽ കൊണ്ട് പോകാമെന്ന് പറ്റില്ല, പറയില്ല, നോക്കാം. സുഹൃത്തുക്കളെ, ഇത് ആണ് പ്രസിദ്ധമായ നിധിവൻ അമ്പലം. പറയപ്പെടുന്നത് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിൽ, കൗമാരപ്രായത്തും ബാല്യകാലത്തൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വളർന്നത് കളിച്ചും ഗോക്കുളമേച്ചൊക്കെ അദ്ദേഹം നടന്നിരുന്നത് ഈ ഒരു സ്ഥലത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമുക്കും അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു കുട്ടിത്തം വരും, ഒരു നിഷ്കളങ്കത്വം നമ്മുടെ മനസ്സിൽ എത്തുന്നതായിട്ടുള്ളൊരു ഫീല് നമുക്ക് വരും. എല്ലാവർക്കും മനസ്സിൽ സന്തോഷവും ചിരിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. എല്ലാ ജനങ്ങളിലും ഒരു മാറ്റം, ഒരു മുഖത്ത് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് നടന്ന സ്ഥലത്തൂടെ നടക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് ഒരു ഭാഗ്യമാണ്. എവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞ് തന്നെ എന്തോ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമുക്കൊക്കെ പൂർവ്വജന്മ സാഫല്യം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. വല്ലാത്തൊരു ആനന്ദം ഉള്ളൊരവസ്ഥയാണ് അവിടെ കാണാൻ പറ്റുന്നത്. നല്ല കാഴ്ചയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കുരങ്ങിനെ നോക്കൂ, വികൃതി ഉള്ള ഒരു കുരങ്ങൻകുട്ടിയും കൂടിയാണ്. നമ്മൾ അയോധ്യ പോയ സമയത്ത് അവിടുത്തെ ആൾക്കാരിൽ വേറൊരു മാറ്റമാണ്. അതുപോലെ തന്നെ അവിടുത്തെ കുരങ്ങന്മാർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവിടെ രാമനായതും ഇവിടെ കൃഷ്ണനായതുകൊണ്ടും ആയിരിക്കാം. എങ്കിൽ പോലും ഇദ്ദേഹമാണ് അങ്ങനെ ഇതുപോലെ ഒരുപാട് ഗൈഡുകളുണ്ട്. ഇവിടുത്തെ ചരിത്രവും ഇവിടുത്തെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് നമ്മൾ കേൾക്കാൻ നിന്നില്ല. ഇത് നിധിവനിലെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ ദേവി സങ്കല്പമുണ്ട്, പ്രതിഷ്ഠയുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ നോക്കിയറിയാം, ഇവരുടെ വിഷസ്, ആഗ്രഹങ്ങൾ പറയുന്നതാണ്. ഇതിൽ നോക്കി നമ്മൾ വിഷസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഡാൻസ് കളിക്കുന്നതാണ് അവരുടെ ഭക്തിയുടെ ഭാഗമായിട്ട്, സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട്. എന്താ പാതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരിക്കുക വിശ്രമിക്കാൻ വേണ്ടി. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും അതൊട്ടും മിടുക്കാൻ ഓടി കളിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യം കേട്ടോ. പറഞ്ഞല്ലോ, ഇവിടെയാണ് കൃഷ്ണൻ ഓടിക്കളിച്ച് നടന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. എന്തായാലും ഭയങ്കര ശാന്തത ഉണ്ട് മനസ്സിൽ, കാമായിട്ട് ഇരിക്കുന്നത്.
ഇറങ്ങുകയാണ്. നിധിവനിൽ നമ്മൾ ഇറങ്ങുന്നു അടുത്ത സ്ഥലത്തേക്ക്. നമ്മളടുത്തത് പോകുന്നത് പ്രേം മന്ദിറിലേക്കാണ്. നിധിവനിൽ നിന്ന് നമ്മളിറങ്ങി ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന സ്ഥലം ആണ് വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ യു പിയിലെ വൃന്ദാവനിലാണ് ഏറ്റവും കൂടുതൽ കൃഷ്ണഭക്തന്മാർ ഉള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആണ് കൃഷ്ണൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം ജീവിച്ചിരുന്നത് ഒക്കെ ഈ ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടം മുഴുവൻ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് വരാൻ പറ്റി. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള പ്രേം മന്ദിറാണ്. നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ ആ വഴിയിലൂടെയുള്ള ആ കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഒരു ബാറ്ററി വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ ബാറ്ററി വണ്ടികൾ. ചാർജ് ചെയ്തിട്ട് പോകാവുന്ന ഇലക്ട്രിക്കൽ വണ്ടികളാണ്. ഷെയർ ചെയ്തിട്ടൊക്കെ നമ്മൾ പാസഞ്ചേഴ്സ് കയറുകയാണെങ്കിൽ വളരെ കുറവ് പൈസയിൽ നമുക്ക് ചെറിയൊരു പൈസയിൽ ഇത് കാണുന്നതൊക്കെയാണ്. ചെറിയ പൈസയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് പഴക്കം വന്നിട്ടുള്ളതാണ്. 1800കളിലോ 900കളിലൊക്കെ അല്ലെങ്കിൽ 800കൾ തന്നെയായിരിക്കും. അത്രയും പഴക്കം തോന്നിക്കുന്ന പല രാജാക്കന്മാരൊക്കെ പണിതിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ബിൽഡിങ്ങുകളാണിത് പലതും. ഭംഗിയാണ്. ആ രാജാവിൻ്റെ ഒരു പ്രതിമയൊക്കെ നമുക്ക് കാണാം. അദ്ദേഹം പണിതാണ് എന്നാണ് വിശ്വസിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് വ്യക്തതയില്ല. എങ്കിലിത് കാണാനായിട്ട് നമുക്ക് ഒരു വ്യത്യസ്തതയാണല്ലോ. നമ്മൾ ഈ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള, കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ നമ്മുടെ ഒരു സിവിലൈസേഷൻ, നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറിന് വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ അതൊരു കൗതുകം. ഇവിടെ വേറൊരു പ്രത്യേകതയാണ് കേട്ടോ. 2-3 ആൾക്കാരൊക്കെ ബൈക്കിൽ പോകണ കാണാം. അതിന് ഹെൽമെറ്റും കാണില്ല, ഒന്നുമില്ല. അതെങ്ങനെയാണാവോ? ഇതൊക്കെ അവിടെ മാത്രമുള്ള പ്രത്യേകതകളാണ്. എങ്കിലും രസകരമായിരുന്നു യാത്ര. അനുഭവങ്ങളാണ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ മാറ്റങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരിക ചില യാത്രകളായിരിക്കും. പല യാത്രകളായിരിക്കും. അവിടുത്തെ പലവരുടെയും ജീവിതങ്ങൾ കാണുമ്പോഴായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഇല്ലാത്തൊരു, അത് സ്വാമി വിവേകാനന്ദ സ്ഥാപിച്ചിട്ടുള്ള ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ഒരു സ്ഥാപനമാണ്. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് പല സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് നീം കരോളി ബാബയുടെ ഒരു ചെറിയൊരു ആശ്രമമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സുക്കർബർഗും അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സൊക്കെ അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ വന്നത് ഇവിടെയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആശ്രമമാണ് ഇത്. അവിടെ പോകാൻ പറ്റി, പക്ഷെ നമുക്ക് വീഡിയോ അലൗഡ് അല്ല ഉള്ളിലേക്ക്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഞങ്ങൾ. ഓക്കെ, അങ്ങനെ പ്രേം മന്ദിറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇല്ലാത്ത ക്രൗഡാണ് കേട്ടോ, നിങ്ങൾ കണ്ടാൽ അറിയാം. അത് പ്രേം മന്ദിറിൻ്റെ അകത്തേക്ക് പോകാനുള്ള ക്രൗഡാണ് ഈ കാണുന്നത്. അതായത് അത്രയും ക്യൂ ആണ്. രസകരമാണ് കാഴ്ചകൾ. നമുക്ക് ഉള്ളിലെത്തിയിട്ട് കണ്ടിട്ട് പറയാം. അങ്ങനെ പ്രസിദ്ധമായ പ്രേം മന്ദിർ കാഴ്ചകൾ നമുക്ക് ഉള്ളിൽ നിന്ന് കാണാം. ഇത് കാളിയമർദ്ദനം ആണ് പ്രതിമകൾ പണിതേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നമ്മൾ നേരിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നതൊക്കെ ഒന്ന് കാണണം. കലാസൃഷ്ടി വളരെ ഭംഗിയാണ്. കൃഷ്ണൻ്റെ ഓരോ കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രതിമകളും ഈ അമ്പലത്തിന് ചുറ്റും കാണാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്.
അടുത്ത പ്രതിമകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ സ്റ്റാച്യൂസാണ് ഈ പ്രേം മന്ദിറിലെ പൂന്തോട്ടം. അവരുടെ മുറ്റത്ത് അല്ലെങ്കിൽ അവർ ചുറ്റുമുള്ള ഭാഗത്ത് പ്രതിമകൾ പണിതിട്ടുണ്ട്. അതിലുള്ള അടുത്തതാണ് കൃഷ്ണനും ബലരാമനും അവിടെ ഗോക്കളെ മേയ്ക്കുന്ന ഒരു വിഷ്വല് പോലെ പ്രതിമകൾ പണിതിരിക്കുന്നത്. ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രതിമകളാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ആ പ്രതിമകൾ പണിതതിന് ചുറ്റുമുള്ള ഈ ഗാർഡനാണ്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് പൂക്കളൊക്കെ നിറച്ചിട്ടാണ് അത് അലങ്കരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. പറഞ്ഞ പേരിനെ അർത്ഥവത്താക്കുന്ന രീതിയിൽ വൃന്ദാവനം തന്നെയാണ്. വൃന്ദാവനം കാണുന്നത് കംപ്ലീറ്റ് പൂന്തോട്ടാണ്. അപ്പോൾ വൃന്ദാവനം അത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഒരുവിധം കൃഷ്ണൻ്റെ പല കഥകളും ചിത്രീകരിച്ച് വയ്ക്കുന്ന രീതിയിലുള്ള രൂപങ്ങളും ശില്പങ്ങളും ആണ് അലങ്കരിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. പേരിനെ അർത്ഥവത്താക്കുന്ന രീതിയിൽ വൃന്ദാവനം തന്നെയാണ്. വൃന്ദാവനം കാണുന്നത് കംപ്ലീറ്റ് പൂന്തോട്ടാണ്. അപ്പോൾ വൃന്ദാവനം അത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഒരുവിധം കൃഷ്ണൻ്റെ പല കഥകളും ചിത്രീകരിച്ച് വയ്ക്കുന്ന രീതിയിലുള്ള രൂപങ്ങളും ശില്പങ്ങളും ആണ് അലങ്കരിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. അടുത്ത പ്രതിമ എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് അർജുനൻ്റെ തേര് തെളിയിക്കുന്ന കൃഷ്ണൻ്റെ പ്രതിമയാണ്. ഇത് കൃഷ്ണൻ ഗോപികമാരോടൊപ്പം നൃത്തം കളിക്കുന്ന സ്റ്റാച്ചു ആണ്, പ്രതിമയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ സമയം വ്യത്യസ്തമായ ഗോപികമാരോടൊപ്പം വ്യത്യസ്തമായ കൃഷ്ണന്മാർ അവിടെ നൃത്തം ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു. അതെങ്ങനെ സാധിക്കുന്നു? അതാണ് കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാഗവതം വായിക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കൃഷ്ണനെ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അദ്ദേഹം സൂപ്പർ പേഴ്സണാലിറ്റി ആയിട്ട് നിലനിൽക്കുന്നത്. ഇവിടെ വന്ന് കണ്ടതിൽ ഏറ്റവും മനോഹരമായ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു പ്രതിമ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിൽക്കുന്ന ഒരു പ്രതിമയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒറ്റ പർവ്വതം മുകളിൽ താഴെയായിട്ട് നമുക്ക് പതുക്കെ അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. പുറത്ത് കാണുന്നതിനേക്കാൾ ഭംഗിയാണ് അകത്തെ കാഴ്ചകൾ. നോക്കാം.
प्राणों से प्यारे तुम हो हमारे, हम हैं तुम्हारे हे नाथ नारायण वासुदेवा। श्री कृष्ण गोविंद हरे मुरारी हे അമ്പലത്തിനകത്ത് ശില്പവിദ്യ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്താ പറയുക, ഭയങ്കര ഭംഗിയാണ്. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് പോലും ചിന്തിച്ചു പോകും. പണികൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല. അങ്ങനെ സൈഡിലേക്ക് മുകളിലത്തെ വശത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. दीनों की नैया के तुम ही खिवैया, हे नाथ नारायण वासुदेवा। गोविंद मेरो है गोपाल मेरो है, गोविंद मेरो है गोपाल मेरो है, श्री बांके बिहारी नंदलाल मेरो है, गोविंद मेरो है गोपाल मेरो है, श्री बांके बिहारी नंदलाल मेरो है, गोविंद मेरो है गोपाल मेरो है, गोविंद കരക്ക് പോയോണ്ട് गोपाल। അങ്ങനെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഉള്ള കാഴ്ചകളാണ്. ഒക്കെ കുറച്ച് പ്രതിമകൾ. ഇത് പ്രേമനന്ദൻ്റെ ഒരു മിനിച്ചർ. അല്ലേ അത് ശില്പകല, അതുപോലെ വാസ്തു, ഇന്നത്തെ സ്റ്റാച്യു പ്രതിമകൾ, അവിടുത്തെ വൃന്ദാവൻ, അതായത് പൂന്തോട്ടം, ഭംഗി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഭംഗിയാണ്. എന്തൊക്കെ പറയാം, വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രേം മന്ദിർ നമ്മൾ കണ്ടു, നിധിവൻ നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ പോകുന്നത് ഇസ്കോണിലേക്കാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇസ്കോൺ അമ്പലം ഉള്ളത്. അപ്പോൾ അവിടെയും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ വൃന്ദാവനിലെ യാത്ര അവസാനിപ്പിക്കും. അടുത്ത് ഇസ്കോൺ അമ്പലം. അതിൻ്റെ ഇടയിൽ ഇത് വിദേശികളായിട്ടുള്ള ഡെവോട്ടീസാണ് ഇസ്കോൺ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. അവർ പുറത്ത് വന്ന് വഴിയോരങ്ങളിലൊക്കെ ഭജൻസ് നടത്തും. നമുക്ക് ഇസ്കോണിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരിടത്തപ്പോഴേക്കും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇസ്കോണിൽ നമുക്ക് അകത്ത് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും രസകരമായിരുന്നു ഇപ്പോഴത്തെ യാത്ര. നമ്മൾ വൃന്ദാവനിലെ യാത്ര തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നേരെ അടുത്ത് പോകുന്നത് അയോധ്യയിലേക്കാണ്. വൃന്ദാവൻ വളരെ നല്ലൊരു ഓർമ്മയായിട്ട് മനസ്സിലെപ്പോഴും ഉണ്ടാവും. എല്ലാവർക്കും രാധേ രാധേ, ജയ ശ്രീകൃഷ്ണൻ.